അങ്ങനെ നമ്മുടെ വീണ ജോർജ് മന്ത്രി വളരെ പക്വതയുള്ളൊരു തീരുമാനം പറഞ്ഞു. ഇങ്ങനെയാണ് മന്ത്രിമാർ വേണ്ടത്. മന്ത്രി പറഞ്ഞു, സതീശൻ, പ്രതിപക്ഷ നേതാവ് സതീശനുമായിട്ടൊരു ഓപ്പൺ സംവാദത്തിന് തയ്യാറാണ്. നല്ല കാര്യം. പക്ഷേ എനിക്ക് വി ഡി സതീശൻ അവർകളോടും വീണ ജോർജ് മന്ത്രി അവർകളോടും ഒക്കെ പറയാനുള്ളത്, നിങ്ങൾ ഓപ്പൺ ഡിബേറ്റ് നടത്തുകയാണെങ്കിൽ, പണ്ട് കിഫ്ബിക്ക് വേണ്ടി ഇതുപോലെ വി ഡി സതീശനും തോമസ് ഐസക്കും തമ്മിലൊരു ഓപ്പൺ ഡിബേറ്റ് നടന്നിട്ടുണ്ട്, സംവാദം നടന്നിട്ടുണ്ട്. നിങ്ങൾ സംവാദം നടത്തുകയാണെങ്കിൽ യു ഡി എഫിൻ്റെ കാലത്ത് മെഡിക്കൽ കോളേജ്, കരുണാകരൻ മെഡിക്കൽ കോളേജ് തുടങ്ങി തൃശ്ശൂരിൽ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ RCC സെൻറ്റർ കൃഷ്ണനായർ സാറിൻ്റെ നേതൃത്വത്തിൽ റീജിയണൽ ക്യാൻസർ സെൻറ്റർ തുടങ്ങി, അപ്പം നയനാര കാലത്ത് പിന്നെ കളമശ്ശേരി സഹകരണ ആശുപത്രി തുടങ്ങി. ഇങ്ങനെ നിങ്ങൾ പരസ്പരം ആര് തുടങ്ങി ആര് തുടങ്ങിയില്ല. 11 മെഡിക്കൽ കോളേജ് നടത്താൻ പോയപ്പോൾ, അല്ല എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ് നടത്താൻ പോയപ്പോൾ ഉമ്മൻചാണ്ടി തീരുമാനിച്ചപ്പോൾ സമ്മതിച്ചില്ല. ഇങ്ങനത്തെ വാദപ്രതിവാദ തർക്കങ്ങൾ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ രണ്ടു കൂട്ടരും കൂടി ഒരു സംവാദം നടത്തണം. എന്താ നടത്തേണ്ട സംവാദനം? 1800 മുതൽ കേരളത്തിൽ വന്നിട്ടുള്ള പൊതുജന ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ എന്താണ്? അത് വേണമെങ്കിൽ UDF-ഉം LDF-ഉം വേണമെങ്കിൽ കാരണം കേന്ദ്രം ഭരിക്കുന്നതുകൊണ്ട് BJP കൂടെ ഉണ്ടെങ്കിലാണ് അതിനകത്തൊരു സമ്പൂർണ്ണ വരുന്നത്. കാര്യം നിങ്ങളിതെല്ലാം കൂടെ എഴുതി കേന്ദ്രത്തിനോട്ട് പൈസ എല്ലാം കിട്ടാനെടുത്ത് കൊടുക്കുമ്പോൾ NRHM-ന്നും NHM-ന്നും ഒക്കെ പൈസ കിട്ടേണ്ടതുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തില്ലേ നടക്കത്തില്ല. അപ്പോൾ ഒരു സർവ്വകക്ഷി ഗവൺമെൻറ് മുഖ്യമന്ത്രി വന്നുകൊണ്ട് തന്നെ വീണ ജോർജിന് ചെയ്യാൻ പറ്റുന്നത് ഒരു സർവ്വകക്ഷി സംഘത്തെ വയ്ക്കുക. ഇടതുപക്ഷവും വലതുപക്ഷവും BJP എല്ലാം ഒരു അക്കാഡമിക്ക് വെച്ചാൽ മതി, വേറെ ആരും വെക്കണ്ട. കേരളത്തിലെ എങ്ങനെയാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, എങ്ങനെ ഇത് സർവീസ് ഡെലിവറി കുറച്ച് ക്വാളിറ്റി ഉള്ളതാക്കാം. അതാണല്ലോ പ്രധാന പ്രശ്നം. സർവീസ് ഡെലിവറി എങ്ങനെ ക്വാളിറ്റി ഉള്ളതാക്കാം, ഇൻഫ്രാസ്ട്രക്ചർ വൈസ് എങ്ങനെ നമുക്ക് മാറാം, എന്തൊക്കെയാണ് പ്രശ്നം. ഇതിൻ്റെ സംവാദം നടന്നാൽ വളരെ മനോഹരമായിരിക്കും. അങ്ങനെ പറയട്ടെ, അല്ല ഒരു ഹിയറിംഗ് പോലെ വയ്ക്കുകയല്ലേ. അല്ലെങ്കിൽ പ്രതിപക്ഷവും സാധാരണ ചാനൽ ചർച്ച നടത്തരുത്, അന്തിച്ചർച്ച നടത്തിക്കളയരുത്. അന്തിച്ചർച്ച നടത്തിയ കുഴപ്പം UDF ഒന്ന് പറയും, LDF വേറെന്ന് പറയും, മന്ത്രി ഒന്ന് പറയും, സതീശൻ വേറെന്ന് പറയും, ഉമ്മൻചാണ്ടി തുടങ്ങിയത് പറയും, അപ്പം പിന്നെ നയനാർ തുടങ്ങിയത് പറയും. അതല്ല കേൾക്കേണ്ടത്. നമുക്ക് അറിയേണ്ടത് അതൊരു ഫാക്ട് ബേസ്ഡ് ഒരു ഡേറ്റ ഉണ്ടല്ലോ. ഡേറ്റ വെച്ചിട്ട് 2024 വരെ ആരെന്ത് തുടങ്ങിയെന്നുള്ളത് നിങ്ങൾ നടത്തിക്കോ. പക്ഷെ അതിന് വേണ്ടത് 10-200 വർഷമായി നമ്മൾ ഇവിടെ കൊണ്ടുപോകുന്നൊരു പൊതുജനാരോഗ്യ സംവിധാനമുണ്ട്. ധർമാശുപത്രിയുടെ കൺസെപ്റ്റ് ഉണ്ട് ഇവിടെ. എല്ലാ പഞ്ചായത്തുകളിലും മിക്ക വാർഡുകളിലുമൊക്കെ പിന്നെ കൊച്ചു കൊച്ചു സ്ഥാപനങ്ങളുണ്ട്. പഞ്ചായത്തുകളിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുണ്ട്, അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ നടക്കുന്നു, ആശാ വർക്കേഴ്സിന് കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ. അപ്പോൾ എല്ലാ വാർഡിലും ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമോ ഒരു ഹ്യൂമൻ റിസോഴ്സോ ഉണ്ട്. ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി കേരളത്തിൽ 26,200ഓളം വരുന്ന ആശാ വർക്കേഴ്സ് ഉണ്ടല്ലോ. അപ്പം എല്ലാ പഞ്ചായത്തിലും നമുക്ക് മാൻ പവർ ഉണ്ട്, അല്ലെങ്കിൽ റിസോഴ്സ് പേഴ്സൺ ഉണ്ട്, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ആശുപത്രികളോ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളോ ഡേ കെയർ സെൻ്ററുകളോ കുടുംബാരോഗ്യ സംവിധാനങ്ങളോ ഉണ്ട്. അതിനെ എങ്ങനെ മെച്ചപ്പെടുത്താം, എന്തൊക്കെയാണ് അഡീഷണൽ കൊണ്ടുവരേണ്ടത്, കേന്ദ്രത്തിൽ നിന്ന് എത്ര പൈസ ഇനി പിടിച്ചു വാങ്ങിക്കണം, കേന്ദ്രം എത്രയെങ്കിലും പൈസ തടഞ്ഞു വെച്ചിട്ടുണ്ടോ, കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതെങ്ങനെ BJPയുടെ സഹായം തേടാം. തമിഴ്നാടിനെ കണ്ടുപിടിക്കണം. തമിഴ്നാട്ടിൽ BJPയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിലും, സ്റ്റാലിനും BJPയും തമ്മിൽ കീരിയും പാമ്പുമാണ്. തമ്മിൽ കണ്ട ഭയങ്കരമായിട്ട് കൊല്ലും. പക്ഷേ തമിഴ്നാട് ഹൗസിൽ, ഡൽഹിയിലെ തമിഴ്നാട് ഹൗസിൽ BJPക്കാരും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും സ്റ്റാലിനും ADMK എല്ലാവരും കൂടി ഒന്നിച്ചാണ് പോയി പൈസ മേടിക്കുന്നത്, മോഡിയോട് പൈസ ചോദിക്കുന്നത്. അത് UP ഇരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നല്ല സംവാദം നടക്കട്ടെ. VD സതീശൻ വേഴ്സസ് വീണ ജോർജ്. അത് സംവാദമാകണം, അല്ലെങ്കിൽ എതിർവാദമാകരുത്. പരസ്പരമുള്ള പഴിചാരലും പരസ്പരം പുകഴ്ത്തലും അല്ല നമുക്ക് വേണ്ടത്. ആരുമാരെയും വീഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യേണ്ട. നമുക്ക് വേണ്ടത് ഈ 200 വർഷക്കാലത്തെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് സംഭവിച്ചു പോയിട്ടുള്ള ക്വാളിറ്റി വൈസ്, ക്വാണ്ടിറ്റി വൈസ്, ഇൻഫ്രാസ്ട്രക്ചർ വൈസ്, മാൻ പവർ വൈസ് എന്താണ് പ്രശ്നം, നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം. നല്ല സംവാദം നടക്കട്ടെ. അതൊരു പബ്ലിക് സംവാദമായാൽ നമുക്ക് വന്നിരുന്ന് കാണാം. ഓക്കെ.